flavors of Thailand. ഇങ്ങനെയാണ് ഐലൻഡിൻ്റെ അകത്തെ കാഴ്ചകൾ. വീടുകൾ 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 വീടിനോട് ചേർന്ന് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്. സംസാരിക്കുന്ന മൈന ഈ വീട്ടിൽ എന്താ പറയുന്നേ? ആ ഹലോ നോക്കൂ. ഹലോ ഹലോ. അയ്യോ എനിക്ക് വയ്യ. അത് സംസാരിക്കുന്നു. ആഹാ സംസാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് കേട്ടോ ഇങ്ങനെ. ഹലോ ഹലോ ഹലോ. ഏതായിട്ട് പറയുന്നത് കേട്ടോ അവരുടെ ലാംഗ്വേജിൽ. ഹലോയൊക്കെ പറഞ്ഞു നേരത്തെ. ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ വീടൊക്കെ ആഹാ നോക്കാറിക്കായ ആരാണ്ട് വന്നിരിക്കുന്നതായിരിക്കും. വീട്ടുകാരെ അറിയിക്കുന്നതാണേ. കൊള്ളാല്ലേ. വീടിൻ്റെ ഫ്രണ്ടിൽ ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ പോണു. ബൈ. അപ്പോൾ ബൈ ബൈ പറയും. ബൈ ബൈ. അയ്യോ ഭയങ്കര ത്രില്ഡായി ഞാൻ. ഇത് ബൈ ബൈ പറഞ്ഞു. അതപ്പോൾ അതിനങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. ആൾക്കാർ വന്നിട്ട് വന്ന് ബൈ ബൈ വരുമ്പോൾ ഒരു ഹലോ. അപ്പോൾ ക്രോക്രാറ്റ് എന്ന് പറഞ്ഞ ഈ ഐലൻഡിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിലെന്ന് പറയുന്ന അവരുടെ കൈത്തൊഴിലാണ് ഈ പോട്ടറി മേക്കിംഗ്. ഇങ്ങനെ ക്ലേ എല്ലാം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. കുടം, അത് ഇത് ഇങ്ങനെ ക്യൂറിയോസ്, മഗ്, മണ്ണിലുള്ളത് എന്താ പറയുക, ഫിഷിൻ്റെ ഷേപ്പിൽ. വലിയ വിലയൊന്നും ഉണ്ടാകാൻ വരില്ല. പിഗി ബാങ്ക് അസൽ പിഗിൻ്റെ തന്നെ ഷേപ്പിൽ പിഗി ബാങ്ക്. ഒരു 145 ഇതിൻ്റെ വില. ബ്യൂട്ടിഫുൾ പോട്ടറി. വിൻചിൻസ് ഇതെല്ലാം ക്ലേയിൽ. റാബിറ്റ്, എന്ത് രസം. വിലയും കുറവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് വാങ്ങുമ്പോൾ ഭയങ്കര വിലക്കുറവാണ്. മേക്കിംഗ് പ്ലേസ്. അല്ലാതെ ഇതിന് പിന്നെ അവിടെ വരുമ്പോൾ ബാങ്കോക്കിലെ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ വില കൂടുമല്ലോ. ഇത് 2500 രൂപ. രൂപയല്ല, സോറി, ബാറ്റ്. ഇത് ചൂടോടുകൂടി കൊടുക്കാനുള്ള ഷെഫിംഗ് ഡിഷിൻ്റെ ഒരു മോഡലാണ്. താഴെ 220. താഴെ നോക്കൂ, തീ കത്തിക്കാനുള്ള സംവിധാനങ്ങൾ, ചൂടാക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വയ്ക്കും. എല്ലാം ക്ലേ ആണ്. ഇതാണ് അതിലും വലുതാണ്. അപ്പോൾ ഇത് അത്രയും പോലും ഉണ്ടാവില്ല. ഇത് 75. എന്ത് ഭംഗി. ക്യൂട്ട് പീസസ്. നൈസ്. ഇത് നോക്കൂ, ചെറിയ ഇവരുടെ ഈ ഡിപ്സൊക്കെ വയ്ക്കാനായിട്ടുള്ളതാണ്. ഡിപ്സ് വയ്ക്കുന്ന ചെറിയ ബൗൾസ്. അതിന് തന്നെ പല ആഹാ എന്ത് ഭംഗി. 10 ബാറ്റ്. 20 റുപ്പീസ്. നൈസ്. നമ്മളുടെ ഈ സോസുകളൊക്കെ വയ്ക്കുന്ന ഫുൾ സെറ്റ് 240. 200. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. ഗ്രീൻ, ഐവറി, ഒരു മസ്റ്റർഡ് കളർ, ഗോൾഡൻ ആൻഡ് ബ്ലാക്ക്. പോട്ടറിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തോ ഭംഗി. നൈസ്. ഇതെന്താ സംഭവം? ഇത്
ഡിക്കോഷൻ പോലെ കോഫി ചെയ്യാനായിട്ട്. നോക്കുക, അകത്ത് കപ്പിനകത്ത് ഇങ്ങനെ ഹോളുണ്ട്. ലാംപ് ഷെയ്ഡ്സ്, ടേബിൾ ലാംപ്സ്, സൈഡ് ലാംപ്സ് ഒക്കെ എന്തു ഭംഗിയായിരിക്കുന്നു. അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ഒരു 3000 ആ റേഞ്ചൊക്കെ വരും. 3000 ബാറ്റ്. നല്ല ലാമ്പാണ് ശരിക്കും. ഇതിനകത്തൊരു ലൈറ്റ് വെച്ചാൽ മതി, നല്ല ലാംപ്സായി മാറും. വലിയ വിലയൊന്നുമില്ല. 285, 500 രൂപയ്ക്കകത്തേ ഉള്ളൂ. എന്ത് ഭംഗിയല്ലേ. ഇതെല്ലാം വലിയ കുജാസ് പോലെ വലിയ കുടം 150. ഇത് നോക്കൂ, ഇത് ഇവരുടെ മെത്തേഡ് ഓഫ് കുക്കിങ്ങിന് പറ്റിയതാണ്. ഇതിനകത്ത് താഴെ കത്തിച്ച് കൊടുക്കും, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റീം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇവിടെ എല്ലാം കാര്യങ്ങൾ വെച്ച് സ്റ്റീം ചെയ്യും. ഇത് വേറൊരു രീതിയിലുള്ള അടുപ്പ്. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് കനലിട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് ചുട്ടെടുക്കും. എന്നിട്ട് അതിനകത്ത് മുകളിൽ ചൂടിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. 100 ബാട്ടേ ഉള്ളൂ. നോക്കൂ, അതിൻ്റെ അടുപ്പ് അകത്ത് കനലിടാം. ഇതിനകത്ത് കനലിട്ടാൽ ഇതിൻ്റെ ആഷസൊക്കെ താഴെ കളക്ട് ചെയ്യാനായിട്ടൊരു പോയിൻ്റുണ്ട്. മുകളിൽ പാത്രം വയ്ക്കും. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ചട്ടിയിൽ കിടന്നിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും, വറ്റിച്ചെടുക്കാനുള്ള. ഇതെന്ത് ഭംഗിയാണ് നോക്കൂ. ബ്യൂട്ടിഫുൾ പീസ്, ഹാൻഡ് മെയ്ഡ്. ഇതിനകത്താണ് ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് ഇവിടെ മണക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം കത്തിച്ച് വെച്ചിട്ട് അടച്ചാൽ നല്ല മണമായിരിക്കും. ആഹാ, ഹാൻഡ് മെയ്ഡ്. അറിയത്തോലും ഇല്ല ഇങ്ങനെ ഒരു ഇത് രണ്ടായിട്ടും എടുക്കാൻ പറ്റുന്നു. അത്ര പെർഫെക്ഷനാണ് ഇതിൻ്റെ. കണ്ടോ എന്ത് പെർഫെക്റ്റ് വർക്കാണത്. നൈസ്. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് പോകാം. പിന്നെ അരോമ ഓയിൽസ് ഉണ്ട്. Jasmine. One more of this. Same. Thailand man. ഇതെങ്ങനെയാ വെച്ചാൽ ഇത് ഇതുപോലെയുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു ക്യാൻഡിൽ അതും ഇതിൻ്റെ കൂടെ കിട്ടും. ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി 2 ഡ്രോപ്പ് അതിലൊഴിക്കണം. അപ്പോൾ ഈ ചൂട് കൊണ്ട് അരോമ റൂമിൽ മുഴുവനുണ്ടാകും. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് വാങ്ങിക്കാം. Yeah, this is good. ചെമ്പകത്തിൻ്റെ മണം. ഫ്രാഗ്രൻസ് നൈസ്. പല പല മണം. ഓ, എനിക്കൊരു രക്ഷയില്ല, മണം കൊണ്ട് രക്ഷയില്ല. ഓക്കെ, എല്ലാം വാങ്ങിക്കാൻ പോകാം. മണം മണം മണം, വീട് മുഴുവൻ മണക്കട്ടെ. യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. ദിസ് നോ. ഓക്കെ, I'll take this with the candle and all this. അപ്പോൾ ഈ ഒരു ക്ലേ ഫാക്ടറിയുടെ ഉടമസ്ഥയാണ്. ഇവരുടെ വീടാണ് ഇവിടെ, അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫാക്ടറി പ്ലേസ്. ഈ ഇവിടെ നിന്നാണ് ചെളി എടുത്തിട്ട്, ചെളി മണ്ണെടുത്തിട്ട്, ഈ ക്ലേ ആണിത്. ഇതിങ്ങനെ ചവിട്ടി അല്ലേ, ഹൗ യു ഡു ഇറ്റ്? കാല വെച്ച് ചവിട്ടി പിരിച്ച് ഇങ്ങനെ ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കും. അത് കഴിഞ്ഞ് അതിനെ ഷേപ്പ് ചെയ്യും. ഷേപ്പ് ചെയ്തിട്ട് ചുട്ടെടുക്കും. ചുട്ടെടുക്കാനായിട്ട് ഇതാണ്. ദിസ് ഈസ് ബേൺഡ്. ഓക്കെ, ബിഫോർ കളറിങ്. നോ, ഇറ്റ്സ് നോട്ട് ബേൺഡ്. നോട്ട് ബേൺഡ്. ഓ ഓക്കെ, റോ. അപ്പോൾ ഇത് ബേണിങ്ങിന് ഇനി കൊണ്ടുപോകാൻ ഇത് ചുടാനുള്ളതായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചുട്ട് കഴിഞ്ഞിട്ട് അതിൽ കളർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ചുടുന്ന ഭാഗം ഇവിടെ ബോർമയുണ്ട്. 100 വർഷം പഴക്കമുള്ള ഒരു ചുടുന്ന ഇവരുടെ അടുപ്പാണ്. ഇതാണ് അവരുടെ 100 years പഴക്കമുള്ള
ചൂളയാണ്, ഇത്രയും വർഷം പഴക്കമുണ്ട്, 100 years ഓൾഡ് ചൂള. ഇവിടെ കണ്ടില്ലേ കംപ്ലീറ്റ് ഇതേ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. നാളത്തേക്കുള്ളതെല്ലാം ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. 2 ദിവസം വെച്ചിട്ടാണ് അവരത് ബേൺ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചൂളയിൽ വെച്ച് ചുട്ടെടുക്കുക. എല്ലാം തന്നെ മൺപാത്രങ്ങളാണ്. മൺപാത്രത്തിൻ്റെ സ്വാദ്, അതിൻ്റെ ഗുണം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഭയങ്കര സംഭവമാണ്. വെള്ളം കുടിച്ചാൽ പോലും മൺപാത്രത്തിൽ. പിന്നെ കൂജയൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചാൽ ഐസ് വാട്ടറിന് സമാനമാണ്. ചെയ്തിരിക്കുകയാണ്. ഇത് ഇച്ചിരി കുറച്ച് വിലയും കുറച്ചുകൂടെ കൂടുതലാണ് സാധാരണയിൽക്കാട്ടിലും. കാര്യം ഇത് 3 ദിവസം നെല്ലിൻ്റെ ഉമി വെച്ചിട്ട് 3 days കണ്ടിന്യൂസ് ആയിട്ട് കരിച്ചാണ് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴാണ് ഈ കറുത്ത കളർ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു നാച്ചുറൽ ബ്ലാക്ക് ഉമി വെച്ചിട്ട് 3 days. ഇത് പെട്ടെന്നൊന്നും പൊട്ടത്തില്ല, അത്രയും സ്ട്രോങ് ആണ്. ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യാനാണ്, നമുക്ക് എത്ര കൊണ്ടുപോകാൻ പറ്റും? കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. പഴയ പോലെ ലാൻറ്റേൺ നമുക്ക് തൂക്കിയിടുന്നു വിളക്ക്. ഇതിനകത്ത് തിരികെ വെച്ചാൽ മതി. എന്തെല്ലാം സാധനങ്ങൾ 155 ഉള്ളൂ. ഇതിനകത്ത് ലൈറ്റൊക്കെ വെച്ച് എന്തൊക്കെ നമുക്കൊരു തീമാറ്റിക് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിലോ ഇങ്ങനെ ഒരു എത്തനിക് സ്റ്റൈലിൽ, അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ ഒരു എത്തനിക് പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട അലങ്കാരങ്ങൾക്കെല്ലാം ഇവിടെ വന്നാൽ നല്ലതായിരിക്കും. ഇത് ക്രോക്കറ്റ്. ഇവിടെ നിന്നാണ് ഇവരുടെ ഒരു കുലത്തൊഴിൽ പോലെയാണ് ഇവിടുത്തുകാർ. ഇത് ഇവിടെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിലും ബാങ്കോക്കിൽ പല മാർക്കറ്റ്സിലും വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ വീക്കെൻഡിലാണ് വരേണ്ടിയിരുന്നത്. ശനി ഞായറും വന്നതെങ്കിൽ ഈ സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ കോൾഡ് കോഫിയാണ്. അവരുടെ ഈ മഡ്കായിലാണ് അവർ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. കോൾഡ് കോഫി, ഐ ടീ, ഐ കോഫി. ഓ അല്ല, ഇതിൽ വെച്ചിട്ടാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ആഹാ, യു ബ്രിങ് ഹോം. ഓക്കെ, അത് കൊള്ളാം, നല്ല രസം. അങ്ങനെയെല്ലാം കുറേ കാര്യങ്ങൾ. ബ്യൂട്ടിഫുൾ വിൻസിൻസ് നോക്കൂ. റാബിറ്റ്, ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്. വലിയ വിലയൊന്നുമില്ല. 30 baht, അതായത് നമ്മുടെ 60 rupeesനകത്ത്. ഇതുമെല്ലാം ക്ലേയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കളർ ചെയ്ത് ഇത് ഭംഗിയല്ലേ. ഇത് അങ്ങനത്തെ വേറൊരു കളർ സ്കീമിൽ ചെയ്തിരിക്കുന്നു. ഷെല്ലാണെന്ന് കണ്ടാൽ പെട്ടെന്ന് തോന്നും, പക്ഷെ അല്ല, ക്ലേ ആണ്. നല്ല മ്യൂസിക്. എന്തായാലും കുറച്ച് വിൻ ചിംസ് എല്ലാം വാങ്ങിക്കൊണ്ട് പോകാം. എനിക്ക് ഒന്നിൽ കൂടുതൽ ആവശ്യമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. 1 2 3 ബട്ടർഫ്ലൈസ് ആൻഡ് ദ റാബിറ്റ്. നല്ല ഇഷ്ടമായി. എന്ത് നല്ല സ്ഥലം. ഏറ്റവും വലിയൊരു നിരാശാബോധം ഇപ്പോൾ ഉള്ളത് വീക്കെൻഡിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ബാങ്കോക്കിൽ വരികയാണെങ്കിൽ വീക്കെൻഡ് വന്നിട്ടേ കാര്യമുള്ളൂ. ഇവിടെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റ്സ് തന്നെ, വീക്കെൻഡ് മാർക്കറ്റ്സ് എത്ര എണ്ണമാണ്. പക്ഷേ ഒരു വീക്കെൻഡിലേ ഉള്ളൂ. നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? ഒരു വീക്കെൻഡിൽ നമ്മൾ എവിടെയെല്ലാം ഓടിയെത്തും? അതും ബുദ്ധിമുട്ട്. അങ്ങനെ ഇപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു. കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളല്ലേ പറ്റുള്ളൂ. നമുക്കിത് ക്യാരി ചെയ്യാൻ പാടാണ്, പൊട്ടാതെ കൊണ്ടുപോകണ്ടേ. എനിക്ക് ആവശ്യമുള്ളത് കുറച്ച്, ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങണമെന്ന്, പക്ഷെ നിവർത്തിയില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കുകയാണ്. ഇത് ഭയങ്കര രസമാണ്. കാര്യം എന്താ വെച്ചാൽ ഇവരുടെ വളരെ ട്രഡീഷണലായിട്ട് പഴയ ആൾക്കാരാണ് ഇവരുടെ ഇവിടെ രാജാവിൻ്റെ പ്രിൻസസ്സൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട്. അവർക്ക് എന്തോ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്, ആദരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം അവരോട് വെച്ചിട്ടുണ്ട്, രാജാവിൻ്റെയും ഫാമിലി, റോയൽ ഫാമിലി. പിന്നെ വേറൊരു കഥ കേട്ടത് 2011 ഈ റിവറിലെ വെള്ളം കയറിയിട്ട് ഇവരുടെ വീടിൻ്റെ ഇത്രയും ഭാഗം വെള്ളത്തിലായിരുന്നു. ഈ ഭാഗം എല്ലാം വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. 4 മാസം ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ള ഏരിയയാണ്.
പക്ഷേ മേജറായിട്ടൊരു ഫ്ലഡ് വന്നത് 2011 അതും അവർക്ക് ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഐലൻഡിൻ്റെ കോക്രറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ഇപ്പോൾ ഇത് മെയിനായിട്ട് ഇവിടെ ഈ കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. പിന്നെ ഇതുപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ചില ഏരിയാസും ഉണ്ട്. അതും വീക്കെൻഡ്സിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. കോൾഡ് കോഫിയും വീക്കെൻഡിനെ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വീടുകളും ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. മോൺ എന്നുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് താമസിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങളാണ്, അകത്തോട്ട്. ഇതെല്ലാം റിവറിനോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് വീടുകൾ. ഹലോ, How are you? സുഖമാണോ? അയ്യോ, ഇപ്പോൾ കൊത്ത് കിട്ടിയത് ഭാഗ്യത്തിന് കൈ വലിച്ചു. അടാ പോനെ, ഭയങ്കര വയലൻ്റാ. ഷോ, ഒരു കൊത്ത് പേടിക്കാൻ പോയതാ. ഇവിടുത്തെ വീക്കെൻഡ് കാഴ്ചകളായിരിക്കും അതിമനോഹരം. എന്തായാലും നമ്മളിപ്പോൾ അത്രയും കാര്യങ്ങളെങ്കിലും കണ്ടു. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇനി നമ്മളിവിടുന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ബുദ്ധൻ്റെ ഇമേജ്, ആ ടെമ്പിൾ, ബുദ്ധ ടെമ്പിൾ. അപ്പോൾ നമുക്കിനി സമയമില്ല, ഇനി തിരിച്ചു പോകാം. ഞാനൊന്ന് ബുദ്ധയുടെ ടെമ്പിളിലും കൂടെ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നടക്കില്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ നമ്മൾ നേരെ തിരിച്ച് സിറ്റിയിലേക്ക് പോകണം. എനിക്കിന്നൊരു ഡിന്നർ ക്രൂസിന് പോകാനുള്ളതാണ്. രാത്രി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയത്തിനെത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാതെ പോകും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തിരിച്ചു പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കയറിയ സ്ഥലത്തെത്തി. കോക്രറ്റ് ഐലൻഡിൻ്റെ എൻട്രി പോയിൻറ്റ്. അവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ആണല്ലോ സ്റ്റാർട്ടിങ് പോയിന്റ്. പക്ഷേ ബുദ്ധ ടെമ്പിൾ നമ്മളിപ്പോൾ ഈ ബോട്ടുകാരൻ അവിടെ അല്ല വിടുന്നത്. നമ്മൾ ഈ ചേട്ടനാണ് ഇപ്പുറത്തെ സ്ഥലം നമ്മൾ ഫെറി ക്രോസ് ചെയ്ത് വന്നില്ല, അതുകൊണ്ട് ആ മറു സൈഡിൽ തന്നെ വിടാൻ പോകുന്നത്. ഇനി വേറൊരു ബോട്ട് കയറണ്ടല്ലോ, ഇവിടെ ഡയറക്റ്റായിട്ട് ഇവിടെ വിടുകയാണ്. അങ്ങനെ ഒരു ഉപകാരം ചെയ്തു, നമ്മളെ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ കാറിൽ കയറി പോകാം. തിരിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണ തായ് ഡിഷ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചിക്കൻ കറി, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാപ്പാലാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് കോക്കനട്ട് മിൽക്ക്, കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ വെച്ചു, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ആദ്യം ചിക്കൻ, തേങ്ങാപ്പാലിലേക്ക് ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇടുന്നു. ഇതാണ് കറി പേസ്റ്റ്, ഗ്രീൻ കറി പേസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. റെഡ് കറി പേസ്റ്റും ഉണ്ട്, ഗ്രീൻ കറി പേസ്റ്റും ഉണ്ട്. ഇതിപ്പം ഗ്രീൻ കറി പേസ്റ്റ്. ഓക്കെ, അത് അതിനകത്തേക്ക് ഇടുന്നു. യെസ്, സ്പൈസി. ഓക്കെ, നല്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കറി പേസ്റ്റ് ചേർക്കും. അതിനകത്ത് കുറേ കാര്യങ്ങൾ ചേർന്നാണ് ഗ്രീൻ കറി പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ലെമൺ ഗ്രാസ് ഉണ്ടാവും, ഗാലങ്കൽ ഉണ്ടാകും, കുറേ കാര്യങ്ങൾ ചേർന്നിട്ട് അരച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു പേസ്റ്റാണ്. അതിവിടെ റെഡിമെയ്ഡായിട്ടും തായ് ഗ്രീൻ കറി പേസ്റ്റ് കിട്ടും. പിന്നെ ഇവിടെയൊക്കെ വീടുകളിൽ എല്ലാവരും അവരവരുടേതായ മസാല ഉണ്ടാക്കി വയ്ക്കും. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇവിടുത്തെ ബ്രിഞ്ചോൾ, കത്തിരിക്ക, ക്യാരറ്റ്, ഇത് മറ്റേ ചുണ്ടയ്ക്ക, പിന്നെന്താ ലോങ് ബീൻസ്, സവാള, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇടും. അജിനോമോട്ടോ 2 ടൈപ്പ് ഇടുന്നു. 2 കളറിലുള്ള അജിനോമോട്ടോ 2 ഇട്ടു. ഇനി കുറച്ച് പഞ്ചസാര, ഒരല്പം പഞ്ചസാര, ഷുഗർ, കുറച്ച് പഞ്ചസാര. ഇനി കുറച്ച് ഫിഷ് സോസ്. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി. ഇപ്പോൾ അജിനോമോട്ടോ ചേർത്തു, ഉപ്പ് ചേർത്തു. ഇപ്പോൾ ഇത് അജിനോമോട്ടോ 2 തരം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. 2 കളറിലാണ് ഇരിക്കുന്നത്. വൈറ്റ് കളർ, ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന അജിനോമോട്ടോ.
ഇതൊരു പുതിയ കളറാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. ദിസ് ഫസ്റ്റ് ടൈം. ഇത് കാഷ്യൂ പൗഡർ പോലെ ഇരിക്കുന്നു, പക്ഷേ ഇത് അജിനോമോട്ടോ. ഇത് അവരെനിക്ക് തരുന്ന എന്താ അറിയാമോ, ടേസ്റ്റ് നോക്കാൻ എരിവ് കറക്റ്റാണോ കാര്യം ചിലർക്ക് സ്പൈസി വേണം, ചിലർക്ക് സ്പൈസി വേണ്ട. കറക്റ്റ്, ഗുഡ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അത്യാവശ്യം എരിവുണ്ട്. തായ് ഫുഡിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാര്യം, നമുക്ക് സ്പൈസി ഫുഡല്ലേ ഇഷ്ടം. ചൈനീസിനെക്കാട്ടിലും രസകരമാണ് തായ് ഫുഡ്. എനിക്ക് കൂടുതൽ ഇഷ്ടം തായ് ആണ്. യെസ്, ആയി കഴിഞ്ഞു. യാ, ഓക്കെ. അങ്ങനെ ഗ്രീൻ കറി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കുറച്ച് സ്റ്റൂ മാതിരി തോന്നും കാണുമ്പോൾ, ഭയങ്കര തിക്കായിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് ലൂസായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. യെസ്, ഗ്രീൻ ചിക്കൻ കറി ടേസ്റ്റ്. ഡിഫറെൻറ്റ് ടേസ്റ്റ്, നല്ല എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ നാക്കിനെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്ന സ്വാദുകളാണ് വരാം. എല്ലാ രസമുകുളങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യും. അതാണ് തായ് ഡിഷസിൻ്റെ പ്രത്യേകത. എക്സലൻറ്റ്.